ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിനാണ് അംഗീകാരം നൽകിയത്. ബൽറാം ധനകാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, വലിയ രാഷ്ട്രീയ എതിർപ്പുകളുണ്ട്. പക്ഷേ ഒരു വശത്ത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട സമിതി അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്? വിശദാംശം. ഗൂഗിൾ ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം 2021 ഉയരുകയും തുടർന്ന് അത് നിയമമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കുകയും തുടർന്ന് ഇക്കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായങ്ങൾ കേട്ട് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചിരുന്നു. 18,626 പേജുകളുള്ളതാണ് ഈ റിപ്പോർട്ട്. രാജ്യത്തെ 47 രാഷ്ട്രീയ പാർട്ടികളുമായി സമിതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ 32 രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനമായും NDA സഖ്യകക്ഷികളും അടക്കമുള്ളവ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും 15 പാർട്ടികൾ ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഈ പിന്തുണച്ചവരിലെ 26 പാർട്ടികൾ നിലവിൽ NDAയുടെ ഭാഗമായോ പ്രാദേശികമായി NDAയെ പിന്തുണയ്ക്കുന്നതോ ആയ രാഷ്ട്രീയ പാർട്ടികളാണ്. എന്തായാലും രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശകൾ സമർപ്പിച്ച റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രധാനമായും സെൻസസ് നടപടികൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നിർണായകമായ ഒരു നടപടിയാണ് ഈ സെൻസസ്. 2021 നടത്തേണ്ട സെൻസസ് എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അത് പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതേസമയം ജാതി സംബന്ധിച്ചുള്ള കോളം, അതുമായി ബന്ധപ്പെട്ട് തീരുമാനം, വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ സെൻസസ് നടപടികൾ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സെൻസസ് നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2026 രാജ്യത്ത് അങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം അത് നടപ്പിലാക്കാൻ BJP സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് ഇനിയും ഏറെ കടമ്പകളുണ്ടല്ലോ. ഒരുപാട് ചില സർക്കാരുകളുടെ കാലാവധി നീട്ടി നൽകണം, ചില സംസ്ഥാന സർക്കാരുകളുടെ ചിലപ്പോൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അങ്ങനെ മാത്രമല്ല മറ്റ് സാങ്കേതിക സൗകര്യങ്ങളൊക്കെയും വിപുലമായ തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടതല്ലേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രാവർത്തികമാകണമെങ്കിൽ? ഗൂഗിൾ തീർച്ചയായും വലിയ ശ്രമം തന്നെ ഇതിന് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിനായി വേണ്ടിവരും എന്ന് ഉറപ്പാണ്. ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ പല സംസ്ഥാനങ്ങളുടെയും ഭരണം അത് ചുരുക്കേണ്ട, തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തേണ്ട സാഹചര്യമുണ്ടാകും. ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഈ നിശ്ചയിക്കുന്നതിനനുസരിച്ച് നീട്ടേണ്ട, സർക്കാരുകളുടെ കാലാവധി 5 വർഷത്തിന് ശേഷവും നീട്ടേണ്ട സാഹചര്യമുണ്ടാകും. അല്ലെങ്കിൽ ഭരണ പ്രതിസന്ധികൾക്ക് ഇത് കാരണമാകും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയ ശേഷം മാത്രമേ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയൂ. ഒപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾ, എതിർപ്പ് അറിയിക്കുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ എതിർപ്പ് അറിയിച്ച പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ഇതിനെതിരായ നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്താനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പ് അറിയിച്ച പാർട്ടികൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തി മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ ഇനി ആവശ്യമായി വരും. ഒപ്പം തന്നെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായി ഇത് മാറും. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അത് വലിയ തോതിലുള്ള സാമ്പത്തിക ചെലവ് ഒഴിവാക്കും എന്നുള്ളതാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന മടുപ്പ് ഉൾപ്പെടെയുള്ള
പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ ഒഴിവാക്കാൻ കഴിയും, വ്യവസ്ഥാപിതമായി ഈ തിരഞ്ഞെടുപ്പുകളെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഇത് BJPക്ക് മേൽക്കൈ നേടാനും പ്രചരണം എളുപ്പത്തിലാക്കാനുമുള്ള ഒരു തന്ത്രമാണ് എന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സാങ്കേതികമായി ഇതിലൂടെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, വീണ്ടും കാലാവധി പൂർത്തിയാക്കാതെ പലയിടങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനായി വീണ്ടും കാലാവധി പൂർത്തിയാക്കും മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്, അത് ആ ചെലവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ന്യായീകരണമല്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്ന പ്രധാന വാദം എന്നുള്ളത്. ശക്തമായ എതിർപ്പ് സമിതിക്ക് മുന്നിൽ രേഖാമൂലം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ്, CPIM, CPI, തൃണമൂൽ കോൺഗ്രസ്, RJD അടക്കമുള്ള പാർട്ടികൾ ശക്തമായ എതിർപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനെതിരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. തുടർന്നും ഈ നീക്കത്തിൽ ഈ പാർട്ടികൾ എതിർപ്പുമായി രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്. തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണ് ഇനി വ്യക്തമാകാൻ ഉള്ളത്. മന്ത്രിസഭ രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി തുടർ നടപടികളാണ്. അതിന്റെ ഭാഗമായുള്ള സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. 2026 ഇത് നടപ്പാക്കാൻ എന്തായാലും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഇനി തുടർ നടപടികൾ, മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഗൂഗിൾ ബൽറാം, സംസ്ഥാന സർക്കാരുകളിലേക്ക് വലിയ എതിർപ്പുണ്ടാകും. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളാകെ ഈ തെരഞ്ഞെടുപ്പ് നടപടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നീക്കത്തെ എതിർക്കുന്നതിൽ ഒരു വശത്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റുമുള്ള പണം കണ്ടെത്തുന്നതിനടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടും എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഇതൊരു BJPയുടെ ഒരു തന്ത്രമാണ് എന്ന തരത്തിലുള്ള വലിയ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകുന്നു എന്നതിലേക്ക് വരുമ്പോൾ കൃത്യമായി ഇനി അതിൽ ഒരു ആലോചന, രണ്ടാമതൊരു ആലോചനയില്ല, അത് നേരെ നടപ്പിലാക്കുന്നു എന്ന ഉറച്ച തീരുമാനമല്ലേ വ്യക്തമാകുന്നത്? ഗോകുലി, ഈ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ എതിർപ്പുകളും അനുകൂലിക്കുന്നതുമായ ഘടകങ്ങൾ എല്ലാം പരിശോധിച്ചാണ് സമിതിയുടെ റിപ്പോർട്ട്. അത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന എതിർപ്പുകളുണ്ട്. 16 പാർട്ടികൾ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. ഈ കാര്യങ്ങൾ, ഇവരുടെ അഭിപ്രായങ്ങൾ അത് പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് നിർബന്ധിതമായി ഇത് നടപ്പാക്കുമ്പോൾ മറ്റ് നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. സമിതിയുടെ ശുപാർശ അനുസരിച്ച് ഒരൊറ്റ ഇലക്ട്രൽ റോളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. എന്നാൽ പ്രായോഗികമായി ഇത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം, ഈ സങ്കീർണമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു ആശയം നടപ്പാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് മന്ത്രിസഭ ഈ രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമായിരിക്കുന്നു. തുടർ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും, അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും എന്നും വ്യക്തമാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഇക്കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. ശക്തമായ എതിർപ്പ് രേഖാമൂലം തന്നെ ഈ സമിതിക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട്. അത് BJPക്ക് തുടർ ഭരണം നേടാൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നത് എന്ന് ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത്. BJP നേതാക്കൾക്ക് പ്രചരണം എളുപ്പമാക്കാനും പാർട്ടിക്കുള്ള സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നും അത് നടപ്പാക്കാൻ പോകുന്നത് എന്നുമാണ് രാജ്യത്തെ പ്രാദേശിക പാർട്ടികൾ, പ്രധാനമായും പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വാദം എന്നുള്ളത്. കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികളും ഇതിനെ എതിർത്ത് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. സമിതിക്ക് മുന്നിലും ഈ എതിർപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ മൂന്നാം മോദി സർക്കാരിന്റെ ടൈമിൽ തന്നെ നടപ്പിലാക്കും എന്നത് BJPയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതുമാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമാണ് ആ സമിതിയുടെ, ഒരു പ്രത്യേക സമിതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നു.